അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കണ്ടേ? ഈ 3 കളറുകളില് നല്ല പൊളിപ്പനായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം എംജെ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു അടിപൊളിപ്പൻ ഐറ്റവുമായിട്ട് വന്നതാണ്. ജ്യൂസും ഷെയ്ക്കും സലാഡും ഫലൂദയൊന്നും അല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫലൂദയിലും സലാഡിലും അതുപോലെ തന്നെ ഡെസേർട്ടുകളിലും അവിൽ മിൽക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂട്ടി ഫ്രൂട്ടിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല, ചിലർക്ക് അറിയുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പല കളറുകളിലുള്ള ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കടകളിൽ പോയി വാങ്ങാറാണ് പതിവ്. എന്നാൽ നമ്മളിൽ പലരും സംശയത്തോടു കൂടി തന്നെയാണ് ആ ടൂട്ടി ഫ്രൂട്ടിയെ കണ്ടിട്ടുള്ളത്. കാരണം അതിൽ ഉപയോഗിക്കുന്ന എസൻസ്, അത് കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന എസൻസ്, അതൊക്കെ നമ്മളിൽ പലരിലും ഡൗട്ടും സംശയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷമയമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് നമ്മളിൽ ചിലർക്കൊക്കെ അറിയുമായിരിക്കും, പപ്പായ കൊണ്ടാണ്. അതായത് കറുമത്തി എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് നല്ല കുരുവാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുരു ഉണ്ട് കേട്ടോ അതിന്. നാടൻ കറുമത്തി പപ്പായ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കുരു. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ കുരു തന്നെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് നല്ല കുരു ഉണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കുരു എടുക്കാൻ വേണ്ടിയിട്ട് വേറെ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുരു മാത്രമായിട്ട്, ഇത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് അതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. ചെറിയ ചെറിയ നാരുകൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കുരു മാത്രമായിട്ട് നമ്മൾ ഒഴിവാക്കിയെടുത്തു. ബാക്കി ഫുള്ള് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഫുള്ള് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ കറുമത്തി നമ്മൾ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളാക്കി എടുക്കണം. ചെറിയ പീസുകളാക്കി എടുക്കാൻ ഇങ്ങനെ പരത്തി കട്ട് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് സുഖം. അപ്പോൾ നമ്മളിത് ചതുരത്തിൽ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ടൂട്ടി ഫ്രൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള കറുമത്തി നമ്മൾ പൂർണ്ണമായിട്ടും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് അത് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ പൂർണ്ണമായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറുമത്തി ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഒഴിവാക്കി എടുക്കാം. നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം അരിപ്പയിൽ. ഇപ്പോൾ ഇനി ഒരു പാത്രത്തിൽ ഞാൻ 4 ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ ശരിക്കും വെള്ളം ഈർപ്പം ശരിക്കും വലിച്ചെടുക്കാനാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ശരിക്കും വലിച്ചെടുത്തോളും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വെള്ളം, ഷുഗർ സിറപ്പ് അത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയിൽ എത്ര പഞ്ചസാര അറിയാലും കുഴപ്പമില്ല, അത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, പ്രശ്നമൊന്നും സംഭവിക്കില്ല. ഇവിടെ ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള കറുമത്തിയും മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണ്. ഏകദേശം ഇതിൻ്റെ ഈർപ്പമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാനിലയുടെ എസൻസ് ആണ്.
20 ml ഒരു കുപ്പിയാണ് ഇതുള്ളത്. ഇതിൻ്റെ രൂപ 23 രൂപയാണ്. ഈ ഒരു 20 ml കുപ്പിക്ക് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് 3 കളറിലാണ്. അപ്പോൾ 3 കളറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ബാഗ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കളറാണ് റെഡ് കളറും, അതുപോലെ തന്നെ റോസ് പിങ്ക് കളറും, അതുപോലെ തന്നെ ഗ്രീൻ കളറും. ഇങ്ങനെ 3 കളറുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ 3 കളറിലാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 3 പാത്രത്തിലേക്കും ഈ ടൂട്ടി ഫ്രൂട്ടി മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു 2-3 തുള്ളി ഒരു 2-3 തുള്ളി നമ്മൾ എടുത്താൽ വളരെ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീന്, റെഡ്, പിങ്ക് ഈ 3 കളറുകളും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 12 മണിക്കൂർ എടുത്തു വെക്കണം. എന്നാലേ കളറൊക്കെ ഒന്ന് പിടിച്ച് ശരിയാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ശരിക്കും കളറൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. 12 മണിക്കൂറിലേറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് എടുത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെള്ളം കുറച്ച് ഒഴിച്ച് അതിലായിരിക്കണം ഈ പാത്രങ്ങൾ വെക്കേണ്ടത്. കാരണം നമ്മൾ വാനില എസൻസും കളറും ഷുഗറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഉറുമ്പുകൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിലുമുള്ള ബാക്കിയുള്ള വെള്ളം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ 2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഇതിലുള്ള ഈർപ്പം മുഴുവനും ഒന്ന് ഉണങ്ങി ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അതിലുള്ള ഈർപ്പമൊക്കെ ഏകദേശം മറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3ഉം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റി വരാനുണ്ട്, ഒന്നും കൂടി ഈർപ്പം വറ്റാനുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ഈർപ്പം വറ്റാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി 2 ടിഷ്യൂ പേപ്പർ പ്ലേറ്റിൽ വെച്ച് അതിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി നല്ല പുളിപ്പൻ ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. 3 കളറുകളും മിക്സ് ആയിട്ടുള്ള നല്ല ഉഷാറ് ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി നല്ല വെളിപ്പൻ ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇനി നമ്മൾ കടകളിൽ നിന്ന് ടൂട്ടി ഫ്രൂട്ടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വെറും ഒരു അരമണിക്കൂർ കൊണ്ട് 12 മണിക്കൂർ നമ്മൾ എടുത്തു വെക്കണമെന്ന് മാത്രം. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടൂട്ടി ഫ്രൂട്ടിയാണിത്. കാരണം കടകളിൽ നിന്ന് വാങ്ങുന്നത് ചിലപ്പോൾ നമുക്ക് വിശ്വാസം വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പൊളിപ്പം വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ. ഗുഡ് ബൈ.